മന്ത്രി സജി ചെറിയാൻ പറയുന്നു, സർക്കാർ മെഡിക്കൽ കോളേജിൽ പുള്ളി ചികിത്സയിലിരുന്നപ്പോൾ പുള്ളിക്ക് മരണത്തോട് മല്ലടിക്കേണ്ടി വന്നു. അപ്പോൾ നേരെ അമൃതയിൽ, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്ന്. ഇതിനെപ്പറ്റി നമ്മുടെ മന്ത്രി വീണ ജോർജ്, നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജിന് എന്താ പറയാനുള്ളത് കേട്ടോ? അങ്ങനെ അദ്ദേഹം ഒരിക്കലും അറിയില്ല. എനിക്ക് ഉറപ്പാണ് അദ്ദേഹം പറയില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹം ഈ ദിവസങ്ങളിൽ പറയുന്നത് വലിയ കോർപ്പറേറ്റുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ വാങ്ങുകയാണ്. സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഹീനമായിട്ടുള്ള ശ്രമത്തിനെതിരെയാണ് ചെറിയ മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറയുന്നത്. മേഡം പറയുന്നത്, നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് പറയുന്നത് സജി ചെറിയാൻ മിനിസ്റ്റർ അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പിന്നെ എവിടുന്നാണ് ന്യൂസുകാർക്ക് ഇങ്ങനെ ഒരു വാർത്ത കിട്ടി? ഈ ന്യൂസുകാരാണെങ്കിൽ ഈ സജി ചെറിയാൻ മിനിസ്റ്റർ എന്ത് പറഞ്ഞാലും വളച്ചൊടിക്കാൻ നടക്കുക. പുള്ളി പറയുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും ഈ ചാനലുകാർ വളച്ചൊടിക്കുകയാണ്. നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. സ്വകാര്യ ആശുപത്രി ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണോ? സജി ചെറിയാൻ മിനിസ്റ്റർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വിഷയം സജി ചെറിയാൻ മിനിസ്റ്ററായിട്ടുള്ള അദ്ദേഹം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയോ, മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോയോ എന്നുള്ളതൊന്നുമല്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതേപോലുള്ള ആധുനിക ചികിത്സകൾ, നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള ചികിത്സകൾ സാധാരണ നിരക്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലിലൊക്കെ സാധാരണക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടണം. അതാണ് നമ്മുടെ ഒരിത്. ഈ പറയുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സും മാത്രമല്ല, പ്രതിപക്ഷത്തുള്ളവന്മാരും എല്ലാവരും പോകുന്നുണ്ട്, രാഷ്ട്രീയക്കാരെല്ലാവരും പോകുന്നുണ്ട്. അവർ പോകുന്നൊന്നും അറിയില്ലെന്നേ ഉള്ളൂ. എല്ലാവരും കണക്കടേ. നമുക്ക് എന്നും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി.